ഗായ്സ് വെൽക്കം ബാക്ക് ടു കടലും നിലാവും. അപ്പം 1-2 ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ പുതിയൊരു ബ്ലോഗായിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ ഒരു കുട്ടി ബ്ലോഗാണ്. ജസ്റ്റ് ചായ കുടിക്കാൻ പോകുന്നു, നടന്നു പോകുന്നു. ഇപ്പൊ രാത്രി ഏകദേശം ഒരു 8:30 ആയിട്ടുണ്ട്. ഇപ്പഴാണ് ചായ കുടിക്കാൻ പോകുന്നത്. എല്ലാരും ഡിന്നർ കഴിച്ചു തുടങ്ങുന്ന സമയം. ഭയങ്കര ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആണല്ലേ നമുക്ക്. ദോശമാവാണ്. അങ്ങനെയാണെങ്കിൽ ദോശ ചുടാം. ഉച്ചക്ക് സാമ്പാർ വെച്ച്. അതെ, എന്റെ സാമ്പാർ ബാലൻസ് ഉണ്ട്. അപ്പൊ സാമ്പാറിന്റെ കൂടെ ദോശ. പിന്നെ വേണമെങ്കിൽ നാളെ ഇഡ്ഡലി ചൂടാം. ദൈവമേ, ദോശപ്പൊടി വാങ്ങിയാൽ പേടിയാ. പിന്നെ അതിന്റെ പല വെറൈറ്റീസ് ദോശമാവ് വാങ്ങിയാൽ പിന്നെ കുറച്ച് ദിവസം ഇഡ്ഡലി ദോശ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. കുറെ പേര് ഞാൻ നടക്കാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ വല്ലവനൊക്കെ നടക്കും. വീട്ടിലൂടെ നടക്കലാണ്, വീൽ ചെയർ ഉപയോഗിക്കാറില്ല. ഓക്കെ, അപ്പൊ നമുക്ക് വീൽ ചെയറിലേക്ക് ഇരിക്കണമെങ്കിൽ ഫിറുസാർ വരണം. യെസ്, ഡൺ. ഇതാണ് നമ്മളുടെ കോളേജ്. ഞാനൊരിക്കൽ കോളേജ് ടൂർ എടുത്തു തരാം കേട്ടോ. എൻ്റെ ഒരു പേഷ്യൻ്റ് ആണ് ഇപ്പം ഓട്ടോറിക്ഷയിൽ പോയത്. സതീഷ് സാറിൻ്റെ പേഷ്യൻ്റാ. ഞാൻ PG ഇൻചാർജ് ആയിരുന്നു. അപ്പം ഞാൻ ആലോചിക്കുമായിരുന്നേ, പണ്ടൊക്കെ ഇങ്ങനെ ഡോക്ടർ എന്നൊക്കെ മറ്റുള്ളവരെ വിളിക്കുന്നേക്കും എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. പക്ഷെ ഇതിപ്പോ ആൾക്കാർ കാശ്വരി ഡോക്ടറെ എന്ന് വിളിച്ചിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഐ ഫീൽ പ്രൗഡ്. ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ ഉമ്മാനെയും മോളെയും കണ്ടായിരുന്നേ. കുഞ്ഞിക്ക് എന്തൊക്കെയോ ഡിസബിലിറ്റി ഉണ്ട്, പക്ഷെ നടക്കാനൊക്കെ പറ്റണം, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഉമ്മ ഇങ്ങനെ അവര് ഭയങ്കര ടെൻസ്ഡാണ്. ഉമ്മ ടെൻഷനിലാണ്ട് മോളും ഭയങ്കര സ്ട്രെസ് ഒക്കെ ഉണ്ട്. കുഞ്ഞിനും ആ ഡിസബിലിറ്റിന്റെ ഡിപ്രഷനൊക്കെ ഉണ്ട്. അപ്പം ഉമ്മ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, സിറുവിനെ പോലെ ഒരാളാ അവരുടെയും ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അവർ ആലോചിക്കുന്നേ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞെന്താന്ന് വെച്ചാല്, നമ്മള് ഒരാള് വരും അല്ലെങ്കിൽ ഒരാള് വരണം എന്നുള്ള രീതിയിലല്ല കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ. പകരം നമ്മൾ അത്രയും സ്ട്രെങ്ത് എഡ്യൂക്കേഷനിലൂടെ കുട്ടികൾക്ക് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് എഡ്യൂക്കേഷൻ വരുമ്പം തന്നെ അവർ സ്ട്രോങ് ആവും. അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എങ്കിലും അവർക്ക് വരണം. അപ്പം അത്രയും സ്ട്രെങ്തോട് കൂട്ടി കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടത്. അത് അങ്ങനെ അവർ മുന്നോട്ട് വരുമ്പം മനുഷ്യരും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ ലൈഫിൽ വരും. അതാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പം എന്നെ കാണാൻ കുറെ ഉമ്മമാർ ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും എന്ന് എനിക്കറിയാം. ഞാൻ അതിനെ ഒട്ടുമേ ഇങ്ങനെ എന്താ ബ്ലെയിം ചെയ്യുന്നല്ല കേട്ടോ. അതും ഒരാൾ അങ്ങനെ ഒരു പാർട്ട്ണർ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരണം എന്നുള്ളത് ആവശ്യമാണ്. അതെല്ലാവരുടെയും സ്വപ്നമാണ്. പക്ഷെ അതേപോലെ തന്നെ നിങ്ങൾ അവർക്ക് സ്ട്രെങ്ത്തും എഡ്യൂക്കേഷനൊക്കെ കൊടുക്കുന്നതിലും കൂടെ ഫോക്കസ് ചെയ്യണം എന്ന് ഞാനിങ്ങനെ പറയുമായിരുന്നു. ചായ കുടിക്കാനത് ചായ കുടിക്കാണ് ഗൈസ്. സമോസയും ചായ. മെഷീൻ ചായയാണ്. എനിക്ക് മെഷീൻ ചായ വലിയ ഇഷ്ടമില്ല, അത് കുഴപ്പമില്ല. വലിയ താല്പര്യമില്ലാതെ ചായ കുടിക്കും. രാത്രി 9 മണിക്കേലൊക്കെ ചായക്ക് ഫിൽറ്റർ എന്താണ് മെഷീൻ ചായക്ക് കിട്ടുള്ളൂ. സമോസ അടിപൊളിയാണ്. മഴ ചാറി. നീ പറഞ്ഞു കോട്ട പൊക്കി പിടിക്കും ഇങ്ങനെ കാണത്തോ. ഞാൻ കുഴിയിലോട്ടൊക്കെ മഴയില്ല അല്ലേ? മഴ ചാറുന്നുണ്ട്. പണ്ടില്ല എനിക്ക് ഇങ്ങനെ എന്റെ ഏറ്റവും വലിയ ഡ്രീം എന്തായിരുന്നു അറിയോ? ഈ കൊടയുടെ മുകളില് മഴത്തുള്ളി വീഴുമ്പോ ശബ്ദമില്ല, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അങ്ങനെ കൊടയിൽ ചൂടി പോകാൻ പറ്റുന്നതൊക്കെ ഉള്ളതായിരുന്നു എന്റെ വലിയ സ്വപ്നങ്ങൾ. സ്വപ്നങ്ങളൊക്കെ നടക്കുന്നില്ല. ചില സമയത്ത് നമ്മൾ ഇങ്ങനെ കുഞ്ഞുങ്ങളെ പോലെ ആവും. സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ ജീവിക്കുമ്പോ നമുക്കിത് കുഞ്ഞിക്കാലത്ത് ഇതൊന്നും കിട്ടിയിട്ടില്ലല്ലോ. ഇപ്പയല്ലേ കുഞ്ഞായിരിക്കാൻ പറ്റുള്ളൂ. അത് എൻജോയ് ചെയ്യുന്നു. 30ാമത്തെ വയസ്സിലാണ് ഇതൊക്കെ എൻജോയ് ചെയ്യുന്നത്.
വാങ്ങുന്ന കടയിൽ ദോശമാവ് അടച്ചു പോയി കട അടച്ചു പോയി. അപ്പൊ നമ്മൾ വേറൊരു കടയിൽ നിന്ന് വാങ്ങണം. ദോശമാവ് കിട്ടി ഗായ്സ്. നമ്മള് വീടെത്താറായിട്ടോ. നമ്മൾ ഇച്ചിരി മുന്നോട്ട് വന്നിട്ടാ ദോശമാവ് വാങ്ങി. മറ്റേ കട അടച്ചു പോയതുകൊണ്ട് ഇച്ചിരി മുന്നോട്ട് വന്നു. അതിന്റെ ഇടയില് ഉപ്പ വിളിച്ചു ലക്ഷദ്വീപിന്ന്. അവിടെ വലിയ 5 കിലോന്റെ ചൂര കിട്ടിക്ക്. അതിന്റെ ഫോട്ടോ കാണിച്ചു തന്നെ. ഇനി വീഡിയോ കോൾ ചെയ്യും എന്നെ കൊതിപ്പിക്കാൻ. എന്നെ പിന്നെ എന്നോട് പറയണേ അതിനൊരു ഫോട്ടോ എന്നൊരു കഷ്ണം എടുത്തിട്ട് കറി വെച്ചു അച്ചാർ കൊടുത്തു വെക്കാൻ പറഞ്ഞപ്പോ ഉവയുടെ ഓരോരോ തമാശകൾ. നമ്മള് വീട്ടിലെത്തി കഴിച്ച് വീൽ ചെയർ മൂടി വെക്കുവാണ്. അങ്ങനെ നമ്മള് വീട്ടിലൊക്കെ എത്തി. ഇനിയിപ്പം ദോശമാവ് കൊണ്ടൊരു എനിക്ക് ഗീ റോസ്റ്റ് ഉണ്ടാക്കിട്ടെ. നെയ്യിട്ടുണ്ടാക്കുന്ന ദോശ അതാണ് ഞങ്ങള് ഗീ റോസ്റ്റ്. അപ്പം അതുണ്ടാക്കി തരും, അത് കഴിക്കും. പിന്നെ വേറെ പണിയൊന്നുമില്ല അല്ലേ? പണി കുറച്ചുണ്ട്. ബഡ്ജറ്റ് ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ട്. ഈ പോക്ക് പോയാ ശരിയാവില്ല. അപ്പൊ കണക്കൊക്കെ കൂട്ടി വെക്കണം. ഇല്ല എന്റെ മനസ്സിലാ. അത് ശരിയാവില്ല, മനസ്സിലാവുന്നില്ല എനിക്കത്. പിന്നെ എന്താണ് അതൊക്കെയുള്ള ഈ വ്ളോഗില് പൊതുവെ ഇങ്ങനെ ഡിസേബിൾഡ് ആൾക്കാരുടെ കല്യാണമൊക്കെ കഴിച്ചിട്ട് അപ്പൊ എല്ലാരും പറയും കല്യാണം കഴിക്കുമ്പോ ഇത് അധിക കാലൊന്നും പോവില്ല, കുറച്ചു കാലേ പോവുള്ളൂ അങ്ങനെയൊക്കെ പറയും അല്ലേ? നമ്മളടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത് എത്ര കാലം പോവും എന്നുള്ളതൊക്കെ പഠിച്ചുകൊണ്ടൊരു തീരുമാനമാണ്. അത് നമുക്ക് ഇങ്ങനെ ജഡ്ജ്മെന്റിലാവാനൊന്നും പറ്റില്ല. അതിപ്പം നോൺ ഡിസേബിൾഡ് ആൾക്കാർ കല്യാണം കഴിച്ചാൽ അങ്ങനെയൊക്കെ വരാറുണ്ടല്ലോ. അപ്പം നമ്മളെ ഇത്രയും കാലം അൽഹംദുലില്ലാ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മളൊരു വ്ളോഗ് അതിനെ കുറിച്ച് ചെയ്യാം. അത് ഇന്ന് നമുക്ക് സംസാരിക്കാം. നാളത്തെ വ്ളോഗ് അതായിക്കോട്ടെ. അപ്പം ഇങ്ങനെയൊക്കെയാ നമുക്ക് ജീവിക്കാൻ പറ്റും. ഞങ്ങളിപ്പോ ഒരു സാധാരണ ഒരു കുടുംബം പോലെ രണ്ടുപേരും ജീവിക്കുകയാണല്ലോ. അത്രയും അതുകൊണ്ട് മമ്മണിട്ട് മാത്രമേ ഇങ്ങനെ കാമണുള്ളൂ. മമ്മന്റെ കുഞ്ഞാ സത്യം. ഇവർക്കൊക്കെ അതിൽ അസൂയുണ്ട്. മമ്മന്റെ കുഞ്ഞ് ഇവനാവണ്ണേല്. ഓക്കെ. അപ്പൊ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വ്ളോഗായിട്ട് നമ്മള് വേഗം വരാം. അതുവരേക്കും കടലും നിലാവും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ.